ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിന്നൊരു ബെൻസിൻ്റെ ഉള്ളിലാണ്. ബെൻസാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് നാളായി ബെൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിട്ട്. ഇതിന് മുമ്പ് എത്തിച്ചത് എനിക്ക് തോന്നുന്നു ഈ സീരീസാണെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയിലാട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇത് 2002 മോഡൽ ബെൻസാണെന്നാണ്. ആ 2002 മോഡലാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടതാണ്. ജർമ്മൻ ടെക്നോളജി എല്ലാ ഫിനിഷിങ്ങും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഓടിക്കാനൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു ഡ്രൈവ് ഓടിച്ചതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല വാഹനം. പിന്നെ ഇത് പറയാൻ പോണ ബഡ്ജറ്റിനകത്ത് നമുക്ക് ഈ ഒരു ബെൻസ് കിട്ടാവുന്ന അതൊരു ലോട്ടറി തന്നെയാണ്. ഇപ്പോൾ റേറ്റ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഫുള്ള് വ്യൂ, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ, അങ്ങനെ എഞ്ചിൻ ഭാഗം, ബൂട്ട്, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ ഒരു കണ്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബെൻസ് ഫുൾ കണ്ടിട്ട് വരാം. അതിനുശേഷം റേറ്റും കാര്യങ്ങളും സംസാരിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ബെൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫുള്ളൊന്ന് കണ്ടേക്കാം. വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ഒന്ന് ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളുണ്ട്, കാരണം ഇപ്പോൾ ഒരു ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നാണ്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. അത് സി ക്ലാസ് ബെൻസാണ്, C180. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഡ്ജസും അതേപോലെ വിശദമായിട്ടുള്ള വ്യൂവിലേക്ക് ഒന്ന് പോയേക്കാം. റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിനൊക്കെ മുമ്പേ നമുക്ക് വാഹനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാം. കൊള്ളാം, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ബെൻസിൻ്റെ എക്സ്റ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വീലാർച്ചിലേക്ക് പോകാം. വീലാർച്ച് എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീലാർച്ച് നോക്കാം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ച്. ടയർ നോക്കാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് ഉണ്ട്. അലോയ്സും കാര്യങ്ങളും നോക്കാം. ബോണറ്റ് നോക്കാം. ബോണറ്റിൽ അഴുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോട് കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ് ലാമ്പ്സ് നോക്കാം. അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്സ് കുറച്ച് യെല്ലോയിഷ് കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബമ്പർ നോക്കാം. ബമ്പറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇവിടെയും ഹെഡ് ലാമ്പ്സിന് ആ ചെറിയൊരു സ്മോക്ക് ചെയ്തേക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. സ്മോക്ക് ചെയ്തേക്കണമെന്ന് എനിക്ക് തോന്നണം. അത് പൊസിഷൻ ഒന്ന് കൺഫേം ചെയ്യേണ്ടി വരും. ഇവിടെ ടയർ നോക്കാം. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ്, അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് രണ്ട് സൈഡും ഡോർസ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് രണ്ട് ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രാച്ച് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്കൂടെ ലൈൻ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ വീലാർച്ച് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇങ്ങനെ വീലാർച്ച്. എയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന ആ ഒരു സൈഡ് പ്രൊഫൈലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ C180യുടെ ഒരു ബാഡ്ജിങ് നമുക്ക് വരുന്നുണ്ട്. ബെൻസിൻ്റെ ലോഗോ വരുന്നുണ്ട്. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് ബമ്പേഴ്സ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഡോർ നോക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കിയേക്കാം. ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നോക്കിയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും വിശദമായിട്ട് നോക്കണമെങ്കിൽ ഇവിടെ ലെതർ സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഉണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ലെതർ സീറ്റ്സ്. അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ വിശദമായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കാൻ. കീയുടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളൊന്ന് പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ 1 lakhന് മുകളിൽ കിലോമീറ്റർ ഇപ്പോൾ വാഹനം നിലവിൽ ഓടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ മിഡിലിൽ നമുക്ക് പയനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ നോബ് കാര്യങ്ങൾ കാണാം. ഇവിടെ ചെറിയൊരു പൗച്ച് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ലോവർ പാർട്ടിലേക്ക് പോകാം. ഇവിടെ മാറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും ഇവിടെ നീറ്റായിട്ടിരിക്കും ഡോർ പാഡ്സ്. ഇവിടെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ബ്രീത്തബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, അതേപോലെ റിയർ ഭാഗം നോക്കാം. ഇവിടെയും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സീറ്റ്സ്. റൂഫ് നോക്കാം. റൂഫൊക്കെ പക്ക ക്വാളിറ്റിയാണ്. ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഉണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഡോറിന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ഭംഗിയിൽ തന്നെ വൃത്തി തരുന്ന സീറ്റ്സ്. ഹെഡ് റെസ്റ്റ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ഹെഡ് റെസ്റ്റ്. അതേപോലെ നമുക്ക് ലെഗ് റൂം നോക്കാം. ലെഗ് റൂമും നല്ല വിശാലമായിട്ടിരിക്കുന്ന ലെഗ് റൂം. റിയർ AC നോക്കാം. റിയർ AC-യും AC-യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ക്ലാസിൻ്റെ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗമൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നേക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളെങ്കിലും നോക്കാം.
ബെൻസിൻ്റെ ബാഡ്ജിങ് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജസും കൂടി നോക്കാം. എഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ അല്ലെങ്കിൽ പേസ്റ്റിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇവിടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് നോക്കിയേക്കാം. ഓക്കെ, ലിഡും കൂടി കാണിച്ചേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ നോക്കാം. കേട്ടോ, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ റൂം. നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമുക്ക് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. ഇതിൻ്റെ സ്പെയർ വീലൊന്ന് നോക്കാം. സ്പെയർ വീലൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഈ വാഹനത്തിൻ്റെ എഡ്ജസ് നോക്കാം. എഡ്ജസ് എന്തെങ്കിലും ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാവുന്നതാണ്. ആണോ, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ബെൻസിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബെൻസ് C180 കണ്ടു കഴിഞ്ഞു. ഇത് നല്ല കലക്കം വാഹനമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 എയർ ബാഗ്, 2 എയർ ബാഗ് അല്ല 3 എയർ ബാഗ് എന്തുകൊണ്ട് ഡോർസ് 4 എയർ ബാഗ് തന്നെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പണ്ടത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2002 മോഡൽ എന്ന് ആലോചിക്കണം. അന്ന് തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ ബെൻസിൻ്റെ ഇതിന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇത് പിന്നെ ഓട്ടോമാറ്റിക്കാണ്, അതിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, നമ്മളതേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പർ തന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറയാം. റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് 3 lakhs rupees-ആണ്. 3 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. നമ്മൾ സബ്സ്ക്രൈബ് എടുത്ത് വന്നേക്കാം. ഡിസ്ക്രിപ്ഷൻ നമ്പറും നമ്മളതേ വിളിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.